യുദ്ധം അവസാനിപ്പിക്കുക, ബന്ദികളുടെ മോചനത്തിനായി ഹമാസുമായി കരാറിലെത്തുക. പ്രതിഷേധ കടലായി മാറുകയാണ് ഇസ്രായേൽ. ലക്ഷക്കണക്കിന് ജനങ്ങൾ തങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത നെതന്യാഹു എന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയെ പുറത്താക്കാൻ വേണ്ടി തെരുവിലാണിപ്പോൾ. യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളുടെ മോചനത്തിന് ഹമാസുമായി കരാറിലെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഇസ്രായേലിൽ വൻ പ്രക്ഷോഭം നടക്കുന്നത്. പട്ടിണിയിൽ വലയുന്ന ഗസൻ ജനതയെ കനത്ത ആക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം പലായനത്തിന് നിർബന്ധിക്കുന്നതിന് ഇടയിലാണ് നെതന്യാഹു ഭരണകൂടത്തിന് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നേരിടേണ്ടി വരുന്നത്. യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. അതിനായി ഹമാസുമായി കരാറിലേർപ്പെടണമെങ്കിൽ അത് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ലോകമാകെയുള്ള സമ്മർദ്ദം ഒരു വശത്ത് നിൽക്കുന്നതിനിടയിൽ ഇപ്പോഴിതാ ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദവും ശക്തമാവുകയാണ്. അതിജീവിക്കാൻ ഏത് തന്ത്രവും പാറ്റാനുള്ള ഒടുക്കത്തെ കളിയിലാണ് പുതിയ കാലത്തെ ഹിറ്റ്ലറായ ബെഞ്ചമിൻ നെതന്യാഹു. തലസ്ഥാനമായ ടെൽ അവീവിൽ ലക്ഷത്തിലേറെ പേരാണ് തെരുവിലിറങ്ങിയത്. യുദ്ധവിരുദ്ധ പ്രവർത്തകർ ജെറുസലേം ടെൽ അവീവ് ഹൈവേ ഉപരോധിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 7 ഗസയിൽ ആക്രമണം തുടങ്ങിയ ശേഷം ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ പ്രതിഷേധമാണിത്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാത്രി വരെ പ്രതിഷേധം നീണ്ടുനിന്നു. ഇസ്രായേലിലെ സ്കൂളുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, പൊതുഗതാഗതം ഒന്നും ഇന്നലെ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രവർത്തിച്ചില്ല. റെസ്റ്റോറൻറ്റുകളും കഫേകളുമെല്ലാം അടച്ച നിലയിലായിരുന്നു. ഇസ്രായേലിൽ നിരവധി കലാകാരന്മാരും കായിക താരങ്ങളും മറ്റ് സെലിബ്രിറ്റികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അതേസമയം പ്രതിഷേധ പരിപാടികൾ അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. പ്രക്ഷോഭകർക്ക് നേരെ ഇസ്രായേൽ സുരക്ഷാ സേന ബലപ്രയോഗം നടത്തുന്ന കാഴ്ചക്കും ഇന്നലെ ഇസ്രായേൽ സാക്ഷിയായി. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ പ്രക്ഷോഭ പരിപാടികൾ ശക്തമായി നേരിടുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതിനിടെ ഗസ ഏറ്റെടുക്കൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോൾ തന്നെ താൽക്കാലിക വെടിനിർത്തലിന് രാജ്യം സന്നദ്ധമാണെന്ന് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെ വീണ്ടും ബോംബാക്രമണം നടന്നു. ചികിത്സ തേടിയെത്തിയവരടക്കം 7 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഭക്ഷണം തേടിയെത്തിയ 24 പേരെ കൂടി സേന കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസ സിറ്റിയിൽ നിന്ന് ജനങ്ങളെ തുരത്തുന്നതിൻ്റെ ഭാഗമായാണ് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. തെക്കൻ ഗസയിലേക്ക് പലസ്തീനികളെ പുറം തള്ളാനാണ് ഇസ്രായേലിൻ്റെ നീക്കം. ഉപരോധത്തിനിടയിലും ഇന്നലെ തമ്പുപകരണങ്ങൾ കടത്തിവിട്ടത് തെക്കൻ ഗസയെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമാണെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതിനിടെ ഇസ്രായേലിന് നേർക്ക് യമനിലെ ഹൂതികൾ വീണ്ടും മിസൈലുകൾ അയച്ചു. യമനിലെ ഹൂതികൾ അയച്ച 2 മിസൈലുകൾ പ്രതിരോധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു. ബെൻഗുരിയോൺ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം മണിക്കൂറുകൾ ഇത് കാരണം നിർത്തിവെക്കുകയും ചെയ്തു.